ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയുള്ളതുമായിട്ടുള്ളൊരു പലഹാരമാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതുപോലൊരു 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണെങ്കിലും നന്നായിട്ട് വാട്ടിയെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വാട്ടിയിട്ട് ഉടച്ചെടുക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഈ ഒരു പാനിൽ നിന്ന് ഒന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നട്സൊന്നും ചേർത്ത് കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 3 ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ബ്രൗൺ പാർട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ ഇതുപോലെ മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 3 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതലോ കുറവൊക്കെ ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിയുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആ ഒരു ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഇളക്കി കൊടുത്ത് അലിഞ്ഞു പോകുന്നു വേണ്ട, ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടു നോക്കാം. റാണിയ യൂത്ത് ഗോൾഡ് എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ചർമ്മ സംരക്ഷണത്തിൽ 100% ഹലാലായിട്ട് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് റാണിയ യൂത്ത് ഗോൾഡ്. മലേഷ്യയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹലാൽ ലാബിലാണ് ഈ ഒരു റാണിയ യൂത്ത് ഗോൾഡിൻ്റെ നിർമ്മാണം. ഇതിലെ എല്ലാ പ്രോഡക്ട്സും ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റും ചെയ്തതാണ്, അതുപോലെ തന്നെ വെജിറ്റേറിയനും ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഹാംഫുൾ അല്ല. അപ്പോൾ നന്നായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡാണ് റാണിയ യൂത്ത് ഗോൾഡ്. അടുത്തതായിട്ടുള്ളത് ഈ ഒരു ടോണർ ആണ്. ഇതിൽ റോസ് എസൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോണർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചർമ്മം നന്നായിട്ട് തന്നെ ടോൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ റാണിയ യൂത്ത് ഗോൾഡ് ഡേ ക്രീം ആണ്. ഇത് നമുക്ക് സൺസ്ക്രീനിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. UVA, UVB, ഇൻഫ്രാറെഡ് രശ്മികൾ എന്നിവയിൽ നിന്നും ഈ ഒരു വേനലിൻ്റെ സൂര്യൻ്റെ കടുത്ത ചൂടിൽ നിന്നൊക്കെ നല്ലൊരു കവചമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ലൊരു ഡേ ക്രീമാണിത്. അടുത്തതുള്ളത് നൈറ്റ് ക്രീമാണ്. ഈ ഒരു നൈറ്റ് ക്രീം നിയാസിനാമൈഡ് അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ഗ്ലോ ആക്കാനും നമ്മുടെ ഫേസിലെ ചർമ്മത്തിന് യുവത്വം കാത്തു സൂക്ഷിക്കാനും ഇത് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റും കൂടെയാണ്. അതുപോലെ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ നിങ്ങൾക്ക് 50% ഓഫറിൽ ഇത് അവൈലബിൾ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്, വാങ്ങി ഉപയോഗിച്ച് നോക്കൂട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കടായി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ നല്ല രുചിയുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു പലഹാരമാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഇതുപോലെ കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. സ്കൂളിൽ വിട്ട് വരുന്ന മക്കൾക്കും അതുപോലെ ഇരുന്നവർക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് അറിയിക്കണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്